എവ്രിവൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7th ഹിന്ദി ചാപ്റ്റർ 2 സാഫ് സഫായി മേ അവൽ ഗാവ് ആണ്. അപ്പോൾ സാഫ് സഫായി എന്ന് വെച്ചാൽ ക്ലെൻലിനെസ്. ഓക്കെ, ക്ലെൻലിനെസ്. അവൽ എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ്, ഒന്നാം സ്ഥാനം. ഗാവ് എന്ന് വെച്ചാൽ എന്താ? വില്ലേജ് അല്ലെങ്കിൽ ഗ്രാമം. അപ്പോൾ ടൈറ്റിൽ എന്താണ്? ക്ലെൻലിനെസ്സിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന ഗ്രാമത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ കഥ. ഗാലിബ് കലീം എന്നാണ് ഓത്തറിൻ്റെ പേര്. ഏഷ്യ കാ സബ്സെ സാഫ് സുഥറ ഗാവ് മാവ്ലിംഗ്നോങ് മേഘാലയ മേ ഹെ. ഏഷ്യയിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഗ്രാമം മേഘാലയയിലെ മാവ്ലിംഗ്നോങ് എന്ന സ്ഥലമാണ്. ഓക്കെ, साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया. അപ്പോൾ 2003 വർഷത്തിൽ ഈ ഗ്രാമത്തിനെ ഏഷ്യയിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഗ്രാമമെന്ന് സെലക്ട് ചെയ്യപ്പെട്ടു. ചുനാ ഗയ എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഏത് ഗ്രാമത്തിനെയാണ്? മേഘാലയയിലെ മാവ്ലിംഗ്നോങ് എന്ന ഗ്രാമത്തിനെ 2003 എന്ന വർഷത്തിൽ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഗ്രാമം എന്ന് സെലക്ട് ചെയ്യപ്പെട്ടു. इस गांव की सबसे बड़ी खासियत ये है कि यहाँ की सारी साफ़ सफाई गांव वाले खुद ही करती है. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ സ്പെഷ്യാലിറ്റി, ഖാസിയത്ത് എന്ന് വെച്ചാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വൃത്തിയാക്കലൊക്കെ ആരാണ് ചെയ്യുന്നത്? ഗാവ് വാലെ ഖുദ്, ഗ്രാമവാസികൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. സ്വച്ഛതാ കെ ലിയെ യഹാ കെ ലോഗ് കിസി തരഹ സെ പ്രശാസൻ പർ നിർഭർ നഹി ഹെ. സ്വച്ഛത എന്ന് വെച്ചാൽ വീണ്ടും ക്ലെൻലിനെസ് എന്നാണ് അർത്ഥം വരുന്നത്, വൃത്തി എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടുത്തെ ആൾക്കാർ, പ്രശാസൻ എന്ന് വെച്ചാൽ ഭരണം. ഓക്കെ, നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ, പവറിലിരിക്കുന്ന ആൾക്കാരിൽ നിർഭർ എന്ന് വെച്ചാൽ ഡിപ്പെൻഡഡ്, ആശ്രയിക്കുക. ക്ലെൻലിനെസ്സിൻ്റെ പേരിൽ ഈ ഗ്രാമത്തിലെ ആരും ഭരണത്തിൽ ഡിപ്പെൻഡഡ് അല്ല, അവർ സ്വന്തം തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യും. इस छोटे से गांव में प्लास्टिक पूरी तरह से प्रतिबंधित है. ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് മുഴുവനായിട്ടും ബാൻ ചെയ്തിട്ടാണുള്ളത്, പ്രതിരോധിച്ചിട്ടാണുള്ളത്. പ്ലാസ്റ്റിക് എന്നൊരു സാധനം അവിടെ കാണാൻ പറ്റില്ല. പൂരെ ഗാവ് മേ ജഗ ജഹ ബാസ് സെ ബനെ ഹുയെ ഡസ്റ്റ്ബിൻ ലഗായെ ഗയെ ഹെ. മുഴുവൻ ഗ്രാമത്തിൽ ജഗ എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും, ബാസ് സെ ബനെ ഹുയെ എന്ന് വെച്ചാൽ ബാമ്പു കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ബാമ്പു കൊണ്ടുണ്ടാക്കിയ, മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. महिला पुरुष और बच्चों समेत किसी भी गाँव वाले को अगर कहीं गंदगी नज़र आती है तो वे फ़ौरन सफाई में लग जाते हैं. മഹിള എന്ന് വെച്ചാൽ സ്ത്രീ, പുരുഷ് എന്ന് വെച്ചാൽ പുരുഷൻ, ബച്ചോ എന്ന് വെച്ചാൽ കുട്ടികൾ. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും, ഏത് ഗ്രാമവാസി ആയിക്കോട്ടെ, ആർക്കെങ്കിലും എവിടെയെങ്കിലും ഗന്ദഗി നസർ ആയി, ഗന്ദഗി എന്ന് വെച്ചാൽ വൃത്തികേട് കണ്ണുകൊണ്ട് കണ്ടുപോയാൽ, തോ വേ ഫോറൻ സഫായി മേ ലഗ് ജാത്തെ ഹെ. ഫോറൻ എന്ന് വെച്ചാൽ പെട്ടെന്ന്, സഫായി എന്ന് വെച്ചാൽ ക്ലീനിങ്ങിൽ, അവർ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും, വൃത്തിയാക്കാൻ തുടങ്ങും. ഓക്കെ, सफाई के प्रति उनकी जागरूकता का एक अंदाज़ा तुम इस बात से लगा सकते हो. അപ്പോൾ ക്ലെൻലിനെസ്സിനെ കുറിച്ച് ഈ നാട്ടുകാർക്കുള്ള ജാഗരൂകത എന്ന് വെച്ചാൽ എന്താണ്? അവെയർനെസ്, ആ ഒരു അറിവിനെ കുറിച്ച്. അന്താസ എന്ന് വെച്ചാൽ എന്താ? ഒരു ഐഡിയ, നമുക്കൊരു ഐഡിയ എങ്ങനെയാണ് കിട്ടുക? ഈ നാട്ടിലെ ആൾക്കാർക്ക് ക്ലെൻലിനെസ്സിനെ കുറിച്ചുള്ള അവെയർനെസ്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഒരു എക്സാമ്പിൾ പോലെ പറയാണ്. अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नज़र आए तो वे पहले कचरे को डस्टबिन में डालते हैं. സടക് എന്ന് വെച്ചാൽ റോഡ്, ചലത്തെ ഹോയ് എന്ന് വെച്ചാൽ നടന്നു പോകുമ്പോൾ, അവർക്ക് റോഡിലൂടെ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും കച്ചറ കണ്ടു കഴിഞ്ഞാൽ അവർ ആദ്യം എന്താണ് ചെയ്യുക? ആ കച്ചറ എടുത്ത് ഡസ്റ്റ്ബിൻ മേ ഡാൽത്തെ ഹെ, ഡസ്റ്റ്ബിനിൽ കൊണ്ടിടും. ഫിർ ആകെ ഭർത്തെ ഹെ, എന്നിട്ടേ മുമ്പോട്ട് പോവും. ആകെ ഭടന എന്ന് വെച്ചാൽ മുമ്പോട്ട് പോവുക. ഓക്കെ, यहाँ लोग अपने घर से निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं. ഇവിടുത്തെ ആൾക്കാർ അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന കച്ചറകളെയൊക്കെ ഡസ്റ്റ്ബിനിൽ കൂട്ടി വെക്കും. ജമാ കർണ എന്ന് വെച്ചാൽ കളക്ട് ചെയ്ത് വെക്കുക. और फिर उसे एक जगह ഇക്കട്ട കർണ എന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക. ഒരു സ്ഥലത്ത് ഇതിനെയൊക്കെ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് ഖേത്തി കെ ലിയെ ഖാദ്,
खेती എന്ന് വെച്ചാൽ കൃഷി, ഖാദ് എന്ന് വെച്ചാൽ വളം, ഫെർട്ടിലൈസറായിട്ട് ഇസ്തേമാൽ കരുതി ഹെ. ഇസ്തേമാൽ കരുണ എന്ന് വെച്ചാൽ എന്താ, ഉപയോഗിക്കും. ഇവരെന്താ ചെയ്യുക, വീട്ടിൽ നിന്ന് വരുന്ന കച്ചറയൊക്കെ ഡസ്റ്റ്ബിന്നിലിടും. എന്നിട്ട് ഈ ഡസ്റ്റ്ബിന്നിലെ കച്ചറയൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് വെച്ചിട്ട് അതിനെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വളമാക്കി മാറ്റും. ഇനിയിപ്പോൾ ഒരു ചോദ്യം വരും, പ്ലാസ്റ്റിക് ഓൾറെഡി ബാൻ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ബയോഡിഗ്രേഡബിൾ കച്ചറകളായിരിക്കും മിക്കവാറും ഇവരുടെ വീട്ടിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ വളമാക്കി മാറ്റാനും പറ്റുന്നത്. ऐसा कहा जाता है कि 130 साल पहले, അതായത് ഇങ്ങനെയാണ് പറയുന്നത്, 130 വർഷങ്ങൾക്ക് മുമ്പ് ഇസ് ഗാവ് കോ, ഈ ഗ്രാമത്തിന് ഹേജെ കി ബിമാരി, ഹേജെ എന്ന് വെച്ചാൽ കോളറ എന്ന അസുഖം, നെ ബുരി തരസെ ജക്കഡ് ലിയാത്ത, ഈ കോളറ എന്ന അസുഖം വളരെ മോശമായ രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഈ അസുഖം വളരെ മോശമായ രീതിയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജക്കഡ് ലേന എന്ന് വെച്ചാൽ മുറുക്ക പിടിക്കുക. मेडिकल सुविधा न होने की वजह से इस बीमारी से छुटकारा पाने का एकमात्र उपाय था. മെഡിക്കൽ സുവിധ എന്ന് വെച്ചാൽ മെഡിക്കലി എന്താ പറയുക, സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഈ അസുഖത്തിൽ നിന്ന്, ബീമാരി എന്ന് വെച്ചാൽ അസുഖത്തിൽ നിന്ന്, ചുട്കാര പാന എന്ന് വെച്ചാൽ ഫ്രീ ആവുക, ഈ അസുഖത്തിൽ നിന്ന് ഫ്രീ ആവാൻ ഇവർക്കാകെ ഏക്മാത്ര ഉപായത്ത, ആകെ ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സഫായി കർണ. ആ സൊല്യൂഷനായിരുന്നു ക്ലീൻ ചെയ്യുക എന്നുള്ളത്. गाँव के लोगों का मानना है कि हमारे पूर्वजों ने कहा था, അപ്പോൾ ഈ ഗ്രാമവാസികളുടെ വിശ്വാസം എന്താണ്, ഹമാരെ പൂർവജോനെ, പൂർവജ് എന്ന് വെച്ചാൽ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ പഴയ കാലത്തെ ആൾക്കാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്, തും സഫായി കെ ജറിയെ ഹി ഖുദ് കോ ബച്ചാ സക്തേ ഹെ, നീ ക്ലെൻലിനെസ് കൊണ്ട് മാത്രമേ നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ പറ്റൂ. ഓക്കെ, സഫായി കെ ജറിയെ ഹി ഖുദ് കോ ബച്ചാ സക്തേ ഹെ എന്ന് വെച്ചാൽ ക്ലെൻലിനെസ് കൊണ്ട് മാത്രമേ നിനക്ക് നിന്നെ തന്നെ സംരക്ഷിക്കാൻ പറ്റൂ. ഫിർ ചാഹേ വോ ഖാനാ ഹോ, പിന്നെ അത് ഭക്ഷണമായിക്കോട്ടെ, ഘർ ഹോ വീടായിക്കോട്ടെ, ജമീൻ ഹോ ഭൂമി ആയിക്കോട്ടെ, ഗാവ് ഹോ ഗ്രാമമായിക്കോട്ടെ, യാ ഫിർ അപ്ന ശരീർ ഹി ക്യൂ ന ഹോ, നമ്മുടെ സ്വന്തം ശരീരം തന്നെ ആയിക്കോട്ടെ, എന്താണ് അത്യാവശ്യം, സഫായി ജറൂരി ഹെ, ജറൂരി എന്ന് വെച്ചാൽ അത്യാവശ്യമാണ്. എന്ത്, ക്ലെൻലിനെസ്, വൃത്തി അത്രയും അത്യാവശ്യമാണ് എന്നാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് വേർഡ് മീനിങ്സ് നോക്കാം. നമ്മൾ ഓൾറെഡി വേർഡ് മീനിങ്സ് നോക്കി, പക്ഷെ ഒന്നുകൂടെ ചാപ്റ്ററിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന വേർഡ് മീനിങ്സ് നോക്കാം. അവൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓക്കെ, അവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് എന്ന, പ്രഥം ശ്രേണിക എന്ന് വെച്ചാൽ ഫസ്റ്റ് വരിക. സാഫ് സുത്ര എന്ന് വെച്ചാൽ വൃത്തിയായ, ക്ലീൻ. ഓക്കെ, അതിന് വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കെ തോർപ്പർ എന്ന് വെച്ചാൽ രീതിയിൽ, ഇൻ ദ മാനർ. ഖാസിയത്ത് എന്ന് വെച്ചാൽ വിശേഷത അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പ്രത്യേകത എന്ന് പറയാം. സഫായി എന്ന് വെച്ചാൽ ശുചിത്വം, ക്ലെൻലിനെസ്. പ്രശാസനം എന്ന് വെച്ചാൽ ഭരണം, അഡ്മിനിസ്ട്രേഷൻ. സ്വച്ഛത എന്ന് വെച്ചാൽ ക്ലെൻലിനെസ്. അപ്പം നമ്മൾ സ്വച്ഛത, സഫായി, സാഫ് സുത്ര, ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ്, ക്ലീൻ എന്നാണ്. ഇതൊക്കെ പര്യായവാചി ശബ്ദമാണ്. നിർഭർ എന്ന് വെച്ചാൽ ആശ്രിത് അല്ലെങ്കിൽ ആശ്രയിച്ചിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം, ഡിപ്പെൻഡൻറ്റ്. പ്രതിബന്ധിത് ഹെ എന്ന് വെച്ചാൽ നിരോധിച്ചിരിക്കുന്നു, അല്ലെ പ്രൊഹിബിറ്റഡ് അല്ലെങ്കിൽ ബാൻ എന്ന് പറയും. ബാസ് എന്ന് വെച്ചാൽ മുള, ബാംബു. ഫോറൻ എന്ന് വെച്ചാൽ തുരന്ത്, പെട്ടെന്ന്, ഫാസ്റ്റ്. ജാഗരൂകത എന്ന് വെച്ചാൽ ഉണർവ്, അവെയർനെസ്. അന്താസ ലഗാന എന്ന് വെച്ചാൽ അനുമാൻ കർണ, ഒരു ഐഡിയ കിട്ടുക, ടു ഗെറ്റ് എൻ ഐഡിയ. ജമാ കർണ എന്ന് വെച്ചാൽ ഇക്കട്ട കർണ എന്ന് വെച്ചാൽ കളക്ട്. കൂടാ കച്ചറ എന്ന് വെച്ചാൽ ചപ്പ് ചവറ്, വേസ്റ്റ്. ഇക്കട്ട കർണ എന്ന് വെച്ചാൽ കളക്ട് ആണല്ലേ. ഖാദ് വളം, ഫെർട്ടിലൈസർ. ഇസ്തമാൽ കർണ എന്ന് വെച്ചാൽ ഉപയോഗിക്കുക, യൂസ്. ഹേജ എന്ന് വെച്ചാൽ കോളറ എന്ന അസുഖം. ജക്കഡ് ലീന എന്ന് വെച്ചാൽ കസ്കർ ബാന്ന, പിടിച്ചു വെക്കുക. കി വജസെ, അതിൻ്റെ കാരണത്താൽ. റീസൺ, വജസെ എന്ന് വെച്ചാൽ റീസൺ. ചുട്കാര പാന എന്ന് വെച്ചാൽ മുക്ത് ഹോന, ഫ്രീ ആവുക. ഓക്കെ, ഇവിടെ ഒന്ന് വിട്ടുപോയി. സുവിധ എന്ന് വെച്ചാൽ സൗകര്യം, ഫെസിലിറ്റി. കെ ജറിയെ എന്ന് വെച്ചാൽ കെ ദ്വാര, അതിലൂടെ. ഓക്കെ, ത്രൂ ദാറ്റ്. ജറൂരി എന്ന് വെച്ചാൽ ആവശ്യം, നീഡ്. ഓക്കെ, ഇതൊക്കെയാണ് വേർഡ് മീനിങ്സ്. എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ചാപ്റ്റർ നമുക്ക് പിന്നെ എടുക്കാം. അതുവരേക്കും ബൈ.